നമസ്കാരം, ആനന്ദ് ഇന്റർനാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ബ്രിട്ടന്റെ പുതിയ പ്രധാനമന്ത്രിയായി ചുമതലയേറ്റ ആൻഡി ബേണം തന്റെ പുതിയ മന്ത്രിസഭ പ്രഖ്യാപിച്ചു. സർ കെയർ സ്റ്റാമറുടെ മന്ത്രിസഭയിലെ പ്രമുഖരിൽ നിന്നും മാറി സ്വന്തം കാഴ്ചപ്പാടുകൾക്കും പുതിയ നയരൂപീകരണത്തിനും മുൻഗണന നൽകുന്ന നേതാക്കളെയാണ് ബേണം സുപ്രധാന വകുപ്പുകളിലേക്ക് തിരഞ്ഞെടുത്തത്. മുൻ പ്രതിരോധ സെക്രട്ടറിയായിരുന്ന ജോൺ ഹീലി ധനകാര്യ വകുപ്പ് ഏൽപ്പിച്ചു. എഡ് മിലിബാൻഡാണ് അന്താരാഷ്ട്ര കാര്യങ്ങളുടെയും വിദേശ നയങ്ങളുടെയും ചുമതല. യുകെയിൽ സർക്കാരിന്റെ മുൻഗണനകൾ പുനഃക്രമീകരിക്കുന്നതിന്റെ ഭാഗമായി മുൻ പ്രധാനമന്ത്രി കെയർ സ്റ്റാമർ മുന്നോട്ട് വെച്ച ദേശീയ ഡിജിറ്റൽ തിരിച്ചറിയൽ കാർഡ് പദ്ധതി ആൻഡി ബേണം റദ്ദാക്കാൻ തീരുമാനിച്ചു. പദ്ധതിക്കായി മാറ്റിവെച്ചിരുന്ന പണവും ഉദ്യോഗസ്ഥരുടെ സമയവും ജീവിത ചെലവും കുറയ്ക്കാനുള്ള നടപടികളുമായി വിനിയോഗിക്കണമെന്ന് ബേണം 2029 നടപ്പാക്കാനിരുന്ന ബ്രിഡ് കാർഡ് പദ്ധതിയിലൂടെ നിയമവിരുദ്ധമായി ജോലി ചെയ്യുന്നത് തടയും. പദ്ധതിക്ക് ഏകദേശം 1.8 ബില്യൺ പൗണ്ടിന്റെ ചെലവ് വരുമെന്ന് കണക്ക്. വ്യവസായി ക്രിസ്റ്റഫർ ഹാർബോണിൽ നിന്നും ലഭിച്ച 5 മില്യൺ പൗണ്ടിന്റെ വ്യക്തിഗത സമ്മാനം പാർലമെന്റിൽ പ്രഖ്യാപിക്കാതിരുന്നതിലൂടെ നിയമലംഘനം നടത്തിയിട്ടില്ല എന്ന് റിഫോം യുകെ നേതാവ് നൈജൽ ഫരാജ്. 2024 പൊതു തിരഞ്ഞെടുപ്പിന് മുമ്പ് ലഭിച്ച തുക യാതൊരു നിബന്ധനകളുമില്ലാത്ത വ്യക്തിഗത സമ്മാനമായിരുന്നുവെന്നും രാഷ്ട്രീയ പ്രചരണവുമായി ബന്ധമില്ല എന്ന ഫരാജിന്റെ വാദം. പാർലമെന്റിലേക്ക് മത്സരിക്കുമെന്ന് പ്രഖ്യാപിക്കുന്നതിന് മുമ്പാണ് ഇവ ലഭിച്ചതെന്നും അതിനാൽ പ്രഖ്യാപിക്കേണ്ട ബാധ്യതയില്ല എന്നും നൈജൽ ഫരാജ്. പശ്ചിമേഷ്യൻ സംഘർഷം ശക്തമാകുന്ന പശ്ചാത്തലത്തിൽ പാകിസ്ഥാൻ വഴി അമേരിക്കയ്ക്ക് രഹസ്യ സന്ദേശം അയക്കാൻ ഇറാൻ നീക്കം നടത്തി. ഇറാന്റെ പരമോന്നത നേതാവ് മുസ്തഫ ഖമേനിയിൽ നിന്നുമുള്ള ഒരു രഹസ്യ സന്ദേശം ഇറാൻ പാകിസ്ഥാന്റെ ഫീൽഡ് മാർഷൽ അസീം മുനീറിന് കൈമാറിയതായി പാക് സുരക്ഷാ വൃത്തങ്ങൾ. ഇറാനും അമേരിക്കയും തമ്മിലുള്ള രഹസ്യ നയതന്ത്രത്തിനുള്ള മധ്യസ്ഥനായി വീണ്ടും പാകിസ്ഥാന്റെ സൈനിക നേതൃത്വം മാറുന്നതായി റിപ്പോർട്ടുകൾ. ഇറാൻ യുദ്ധത്തിന്റെ പേരിൽ അമേരിക്കയ്ക്ക് ഇതുവരെ $37.5 ബില്യൺ ചെലവായതായി US പ്രതിരോധ സെക്രട്ടറി പീറ്റർ ഹെഗ്സെറ്റ്. മെയ് മാസത്തിന്റെ മധ്യത്തിൽ ചിലവായത് ഏകദേശം $29 ബില്യൺ. പ്രതിരോധ വകുപ്പിന് $67 ബില്യൺ അധിക ധനസഹായം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള സെനറ്റ് അപ്രോപ്രിയേഷൻസ് കമ്മിറ്റി യോഗത്തിൽ നിലപാടറിയിച്ച ഹെഗ്സെറ്റ്. നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ പ്രതിഷേധിച്ച കോൺഗ്രസ് നേതാക്കൾക്കും പ്രവർത്തകർക്കുമെതിരെ ഗുരുതര വകുപ്പുകൾ ചുമത്തിയ ദില്ലി പോലീസ് നിയമോപദേശം തേടി. രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, മല്ലികാർജ്ജുൻ ഖാർഗെ, KC വേണുഗോപാൽ തുടങ്ങിയ നേതാക്കളുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് പ്രതിഷേധം ശക്തമാകുന്നതിനിടെ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കും കോൺഗ്രസിനുമെതിരെ രൂക്ഷ വിമർശനവുമായി ധർമ്മേന്ദ്ര പ്രധാൻ. കേരളത്തിൽ റാഗിംഗ് തടയാൻ നിയമം കൊണ്ടുവരാൻ മുഖ്യമന്ത്രി VD സതീശൻ. റാഗിങ്ങിന് ഇരയായി മരിച്ച സിദ്ധാർത്ഥിന്റെ പേരിൽ ആപ്പ് പുറത്തിറക്കുമെന്നും മുഖ്യമന്ത്രി. വിദ്യാർത്ഥികൾക്ക് ആപ്പ് വഴി പരാതി നൽകാമെന്നും റാഗിങ്ങിനെതിരെ കർശന നടപടി ഉണ്ടാകുമെന്നും മുഖ്യമന്ത്രി. പ്ലീഡർ നിയമന പരാതിയിൽ KCU പ്രസിഡന്റ് പരാതികൾ കേട്ടെന്നും ആർക്കും തന്നെ വന്ന് കാണാമെന്നും കൂടിക്കാഴ്ചയ്ക്ക് ആർക്കും അവസരങ്ങൾ നിഷേധിക്കാറില്ല എന്നും മുഖ്യമന്ത്രി VD സതീശൻ. അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട കേസിൽ പ്രതി ഡോക്ടർ MK റാമിനെ അറസ്റ്റ് ചെയ്ത സംഭവത്തിൽ നിയമപരമായ വീഴ്ചകൾ പോലീസിനെയും സർക്കാരിനെയും വിമർശിച്ച് ഹൈക്കോടതി. നിയമപരമായ വീഴ്ചകൾ മൂലം പ്രതിയെ കോടതി വിട്ടയച്ച സംഭവം വലിയ വിവാദങ്ങൾക്കാണ് വഴിവെച്ചിരിക്കുന്നത്. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും റാമും തമ്മിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു എന്നും കോടതി. വാർത്തകൾ വിശദമായി. ബ്രിട്ടന്റെ പുതിയ പ്രധാനമന്ത്രിയായി ചുമതലയേറ്റ ആൻഡി ബേണം തന്റെ പുതിയ മന്ത്രിസഭ പ്രഖ്യാപിച്ചു. സർ കെയർ സ്റ്റാമറുടെ മന്ത്രിസഭയിലെ പ്രമുഖരിൽ നിന്നും മാറി സ്വന്തം കാഴ്ചപ്പാടുകൾക്കും പുതിയ നയരൂപീകരണത്തിന് മുൻഗണന നൽകുന്ന നേതാക്കളെയാണ് ബേൺഹാം സുപ്രധാന വകുപ്പുകളിലേക്ക് തിരഞ്ഞെടുത്തത്. കഴിഞ്ഞ 40 വർഷത്തിനിടയിലെ ഏറ്റവും വലിയ സാമ്പത്തിക രാഷ്ട്രീയ മാറ്റങ്ങൾ ലക്ഷ്യമിടുന്നതാണ് തന്റെ ക്യാബിനറ്റ് എന്ന് ഡൗണിംഗ് സ്ട്രീറ്റിൽ നടത്തിയ പ്രസംഗത്തിൽ പ്രധാനമന്ത്രി വ്യക്തമാക്കി. മുൻ പ്രതിരോധ സെക്രട്ടറിയായിരുന്ന ജോൺ ഹീലിയെ ധനകാര്യ വകുപ്പ് ഏൽപ്പിച്ചതായാണ് മന്ത്രിസഭാ രൂപീകരണത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ നീക്കം. രാജ്യത്തിന്റെ സാമ്പത്തിക നയങ്ങൾ പുനഃക്രമീകരിക്കുന്നതിന് ഹീലി പ്രധാന പങ്കുവഹിക്കും. ലേബർ പാർട്ടിയുടെ മുതിർന്ന നേതാവ് എഡ് മിലിബാൻഡാണ് അന്താരാഷ്ട്ര കാര്യങ്ങളുടെയും വിദേശ നയങ്ങളുടെയും ചുമതല. അദ്ദേഹം വിദേശകാര്യ സെക്രട്ടറി പദവി വഹിക്കും. ആരോഗ്യ സെക്രട്ടറിയായി എബിഡ് കൂപ്പറെ നിയമിച്ചു. ബ്രിട്ടനിലെ ആരോഗ്യ രംഗത്തെയും സാമൂഹിക സംരക്ഷണം പരിഷ്കരിക്കുന്നതിനെയും മുന്നിൽ നിന്ന് നയിക്കാൻ എബിഡ് കൂപ്പർ ഉണ്ടാകും. സാധാരണക്കാർക്കായി കൂടുതൽ കൗൺസിൽ വീടുകൾ നിർമ്മിക്കുക എന്ന ലക്ഷ്യത്തോടെ ആഞ്ചല റെയ്ന ഭവന നിർമ്മാണ സെക്രട്ടറിയായി നിയമിച്ചു. ഷബാന മഹ്മൂദ് ആഭ്യന്തര സെക്രട്ടറിയായി തുടരും. ആഭ്യന്തര സുരക്ഷ, നിയമനിർവഹണം എന്നിവയുടെ ചുമതലകളാണ് അവർക്കുള്ളത്. വെസ്റ്റ് റീറ്റിംഗിനെ പ്രതിരോധ സെക്രട്ടറിയായി നിയമിച്ചു. യുകെയുടെയും സഖ്യകക്ഷികളുടെയും സുരക്ഷ ഉറപ്പാക്കുന്നതിനും പ്രതിരോധ ചെലവുകൾ വർദ്ധിപ്പിക്കുന്നതിനുമുള്ള ചുമതലയാണ് വെസ്റ്റ് റീറ്റിംഗിനുള്ളത്. ലൂയിസ് ഹൈഗിനെ ഫസ്റ്റ് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റായി നിയമിച്ചു. സർക്കാർ ഭരണ സംവിധാനങ്ങളെ ഏകോപിപ്പിക്കുന്നതിൽ പ്രധാന പങ്കുവഹിക്കുന്ന പദവിയിലേക്ക് ലൂയിസ് ഹൈഗ് നിയമിതനായിരിക്കുന്നത്. കഴിഞ്ഞ 30 വർഷത്തെ പരാജയങ്ങൾ തിരുത്തി അടിയന്തരമായി സാമൂഹിക സുരക്ഷാ സംവിധാനം നവീകരിക്കുകയാണ് പുതിയ ക്യാബിനറ്റിന്റെ പ്രഥമ ലക്ഷ്യം. കൂടാതെ രാജ്യത്തെ തെരുവിൽ കഴിയുന്നവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഉടനടി നടപടി സ്വീകരിക്കും. രാജ്യത്തുടനീളം പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും പ്രാദേശിക വികസനത്തിന് ഊന്നൽ നൽകുകയും ചെയ്യുക.
പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുകയും അന്താരാഷ്ട്ര തലത്തിൽ യുകെയുടെ സ്വാധീനം ഉറപ്പിക്കുകയും ചെയ്യുക. ലണ്ടനിൽ മാത്രം കേന്ദ്രീകരിക്കപ്പെട്ട രാഷ്ട്രീയ സാമ്പത്തിക അധികാരങ്ങളെ രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് കൂടെ വികേന്ദ്രീകരിക്കുക എന്നതാണ് തന്റെ മന്ത്രിസഭയുടെ അന്തിമ ലക്ഷ്യമെന്ന് ബെൻഹാം കൂട്ടിച്ചേർത്തു. മുൻ പ്രധാനമന്ത്രി കെ സ്റ്റാമർ മുന്നോട്ട് വെച്ച ദേശീയ ഡിജിറ്റൽ തിരിച്ചറിയൽ കാർഡ് പദ്ധതി റദ്ദാക്കാൻ ആന്റി ബേണം തീരുമാനിച്ചു. സർക്കാരിന്റെ മുൻഗണനകൾ പുനഃക്രമീകരിക്കുന്നതിന്റെ ഭാഗമായാണ് നടപടി. പദ്ധതിക്കായി മാറ്റിവെച്ചിരുന്ന പണവും ഉദ്യോഗസ്ഥരുടെ സമയവും ജീവിത ചെലവ് കുറയ്ക്കാനുള്ള നടപടികൾക്കായി വിനിയോഗിക്കുമെന്ന് ബേൺഹാമിന്റെ സംഘം അറിയിച്ചു. നിയമവിരുദ്ധമായി ജോലി ചെയ്യുന്നത് തടയുന്നതിനായി 2029 നടപ്പാക്കാനിരിക്കുന്ന ബ്രിഡ് കാർഡ് പദ്ധതി വ്യക്തിയുടെ പേര്, ജനനത്തീയതി, ദേശീയത, താമസാവകാശം, ചിത്രം എന്നിവ ഉൾപ്പെടുത്താനായിരുന്നു തീരുമാനം. എന്നാൽ സ്വകാര്യത, വിവര സുരക്ഷ, സർക്കാർ നിരീക്ഷണം എന്നിവ ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷവും പൗരാവകാശ സംഘടനകളും പദ്ധതിയെ എതിർത്തിരുന്നു. ഡിജിറ്റൽ ID പദ്ധതി ഉപേക്ഷിക്കുന്നതിലൂടെ എത്ര തുക ലാഭിക്കാനാകുമെന്ന കാര്യം വ്യക്തമല്ല. പദ്ധതിക്ക് ഏകദേശം 1.8 ബില്യൺ പൗണ്ട് ചെലവ് വരുമെന്ന് കണക്ക് നേരത്തെ പുറത്തുവന്നിരുന്നുവെങ്കിലും മുൻ സർക്കാർ അത് അംഗീകരിച്ചിരുന്നില്ല. ജനങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ ഉടൻ മാറ്റമുണ്ടാകുന്ന പദ്ധതികളായിരിക്കും പുതിയ സർക്കാർ മുൻഗണന നൽകുക എന്ന് ബെൻഹാം വ്യക്തമാക്കി. വ്യവസായ ക്രിസ്റ്റഫർ ഹാർബോണിൽ നിന്നും ലഭിച്ച 5 മില്യൺ പൗണ്ടിന്റെ വ്യക്തിഗത സമ്മാനം പാർലമെന്റിൽ പ്രഖ്യാപിക്കാതിരിക്കുന്നതിലൂടെ നിയമലംഘനം നടത്തിയിട്ടില്ല എന്ന് റിഫോം UK നേതാവ് നൈജൽ ഫരാജ്. 2024 പൊതു തിരഞ്ഞെടുപ്പിൽ മുമ്പ് ലഭിച്ച തുക യാതൊരു നിബന്ധനകളുമില്ലാതെ വ്യക്തിഗത സമ്മാനമായിരിക്കുമെന്നും രാഷ്ട്രീയ പ്രചരണവുമായി ബന്ധമില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി. അമേരിക്കയിൽ സാമ്പത്തിക തട്ടിപ്പു കേസ് ശിക്ഷിക്കപ്പെട്ട സുഹൃത്ത് ജോൺ ക്രോഡലിന്റെ ലണ്ടനിലെ ഒരു വീട് ഓഫീസായി ഉപയോഗിക്കാൻ അനുവദിച്ചതും സമൂഹമാധ്യമ വീഡിയോകളിലൂടെ ചിത്രീകരണ സഹായം നൽകിയതും ഫരാജ് സമ്മതിച്ചു. എന്നാൽ പാർലമെന്റിലേക്ക് മത്സരിക്കുമെന്ന് പ്രഖ്യാപിക്കുന്നതിന് മുമ്പാണ് ഇവ ലഭിച്ചതെന്നും അതിനാൽ പ്രഖ്യാപിക്കേണ്ട ബാധ്യതയില്ല എന്നും അദ്ദേഹത്തിന്റെ വിശദീകരണം. 5 മില്യൺ പൗണ്ടിന്റെ സമ്മാനവും മറ്റു സഹായങ്ങളും പ്രഖ്യാപിക്കേണ്ടതുണ്ടായിരുന്നു എന്ന കാര്യത്തിൽ പാർലമെന്റ് സ്റ്റാൻഡിംഗ് കമ്മീഷണറുടെ അന്വേഷണം തുടരുകയാണ്. ജോർജ് ക്രോയ്ഡലിന്റെ അമ്മ റിഫോം UKക്ക് നൽകിയ 5 ലക്ഷം പൗണ്ടിന്റെ സംഭാവനയുടെ യഥാർത്ഥ ഉറവിടത്തെക്കുറിച്ചുള്ള പോലീസ് അന്വേഷണം നടക്കുന്നുണ്ട്. വിവാദങ്ങൾ പാർട്ടിയെ ദുർബലപ്പെടുത്താനുള്ള ഏകോപിത ശ്രമമാണെന്നും ഫരാജ് ആരോപിച്ചു. ആഗോള സാമ്പത്തിക പ്രതിസന്ധികൾ നിലനിൽക്കുമ്പോഴും ബ്രിട്ടനിൽ ശതകോടീശ്വരന്മാരുടെ എണ്ണത്തിൽ വൻ കുതിച്ചുചാട്ടം. കഴിഞ്ഞ ഒരു വർഷത്തിനിടെ മാത്രം ബ്രിട്ടനിൽ 43,000 ആളുകളാണ് പുതുതായി ശതകോടീശ്വരന്മാരുടെ പട്ടികയിലേക്ക് എത്തിയത്. കേവലം ഒരു വർഷക്കാലത്തിനിടയിലാണ് ഇവരിൽ പലരുടെയും ആസ്തിയിൽ വൻ വേഗത്തിലുള്ള വളർച്ചയുണ്ടായത്. ഇതോടെ പുതിയ ശതകോടീശ്വരന്മാരെ സൃഷ്ടിക്കുന്ന രാജ്യങ്ങളുടെ ആഗോള പട്ടികയിൽ ബ്രിട്ടൻ 2ാം സ്ഥാനം കൈവരിച്ചു. ഇന്ത്യ പട്ടികയിൽ 6ാം സ്ഥാനത്താണ്. സ്വിസ് ധനകാര്യ സ്ഥാപനമായ UBS പുറത്തുവിട്ട ഏറ്റവും പുതിയ ഗ്ലോബൽ വെൽത്ത് റിപ്പോർട്ട് 2026 ഈ വിവരങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ആഗോളതലത്തിൽ 2ാം സ്ഥാനത്തുള്ള ബ്രിട്ടനിൽ രേഖപ്പെടുത്തിയതിന്റെ 10 ഇരട്ടിയിലധികം ശതകോടീശ്വരന്മാരെ സൃഷ്ടിച്ചുകൊണ്ട് അമേരിക്കയാണ് ഈ പട്ടികയിൽ ബഹുദൂരം മുന്നിൽ. കഴിഞ്ഞ വർഷം 4,41,078 പേരാണ് അമേരിക്കയിൽ പുതുതായി ഈ പദവിയിലെത്തിയത്. ലോകമെമ്പാടുമായി കഴിഞ്ഞ വർഷം ഉദയം ചെയ്ത 10 ലക്ഷത്തോളം നവകോടീശ്വരന്മാരിൽ പകുതിയോളം പേരും അമേരിക്കയിൽ നിന്നുള്ളവരാണ്. മറ്റ് പ്രമുഖ രാജ്യങ്ങളിൽ നിന്നും 34,604 നവകോടീശ്വരന്മാരുമായി ഫ്രാൻസ് 3ാം സ്ഥാനത്തും 32,707 പേരുമായി സ്പെയിൻ 4ാം സ്ഥാനത്തും 31,428 പേരുമായി ജപ്പാൻ 5ാം സ്ഥാനത്തുമെത്തി. 31,033 നവകോടീശ്വരന്മാരെ സൃഷ്ടിച്ചുകൊണ്ട് ഇന്ത്യ 6ാം സ്ഥാനത്താണ് എത്തി നിൽക്കുന്നത്. ഇറ്റലി, ഓസ്ട്രേലിയ, ജർമ്മനി, റഷ്യ എന്നീ രാജ്യങ്ങളാണ് പട്ടികയിലെ ആദ്യ 10ൽ ഇടം പിടിച്ച മറ്റ് രാജ്യങ്ങൾ. ദക്ഷിണ കൊറിയ 11ാം സ്ഥാനത്തും ചൈന 12ാം സ്ഥാനത്തുമാണ്. ലോകമെമ്പാടുമുള്ള 31 രാജ്യങ്ങളിലെ സാമ്പത്തിക വിവരങ്ങൾ വിശകലനം ചെയ്തായിരുന്നു ഈ പഠനം തയ്യാറാക്കിയത്. ആദ്യമായി വീട് വാങ്ങാൻ ശ്രമിക്കുന്നവർക്ക് വലിയ മുൻകൂർ നിക്ഷേപമില്ലാത്ത വായ്പ ലഭ്യമാക്കാൻ മോർഗേജ് പദ്ധതികൾ ബ്രിട്ടനിൽ വീണ്ടും വർദ്ധിക്കുന്നു. മെട്രോ ബാങ്ക് വീടിന്റെ വില 100% വരെ വായ്പ നൽകുന്ന പദ്ധതി അവതരിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ അടുത്ത കുടുംബാംഗം സംയുക്തമായി വായ്പ എടുക്കുന്നയാളായി ചേരണമെന്ന നിബന്ധന. ലോർഡ്സ് ബാങ്ക് കുറഞ്ഞത് 5,000 പൗണ്ട് നിക്ഷേപത്തിൽ ആദ്യ വീട് വാങ്ങുന്നവർക്കായി മോർഗേജ് നൽകുന്നു. സ്റ്റാൻഡേർഡ് 10,000 പൗണ്ട് നിക്ഷേപത്തിൽ വീടിന്റെ വിലയുടെ 98% വരെ വായ്പ നൽകുന്ന പദ്ധതിയും ലഭ്യമാക്കിയിട്ടുണ്ട്. സ്ക്രിപ്റ്റൺ ബിൽഡിംഗ് സൊസൈറ്റി വാടക കൃത്യമായി അടച്ച ചരിത്രമുള്ളവർക്ക് നിക്ഷേപമില്ലാത്ത പദ്ധതിയും യോർക്ക്ഷയർ ബിൽഡിംഗ് സൊസൈറ്റി 5,000 പൗണ്ട് നിക്ഷേപത്തിൽ 99% വരെ വായ്പയും നൽകുന്നു. വലിയ നിക്ഷേപം സ്വരൂപിക്കാൻ ബുദ്ധിമുട്ടുന്നവർക്ക് ഈ പദ്ധതികൾ സഹായകരമാണ് എങ്കിലും പലിശ നിരക്ക് കൂടുതലാകാനും മാസ തിരിച്ചടവ് ഉയരാൻ സാധ്യതയുണ്ട്. വീടിന്റെ വില കുറഞ്ഞാൽ വായ്പ വസ്തുവിന്റെ മൂല്യത്തേക്കാൾ കൂടുതലാകുന്ന സാഹചര്യം ഉണ്ടാകുമെന്നും വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു.
അപേക്ഷിക്കുന്നതിന് മുമ്പ് പലിശ, ഫീസ്, യോഗ്യതാ വ്യവസ്ഥകൾ എന്നിവ കൃത്യമായി പരിശോധിക്കണം. പശ്ചിമേഷ്യയിൽ സംഘർഷം കടുക്കുന്ന പശ്ചാത്തലത്തിൽ പാകിസ്ഥാൻ വഴി അമേരിക്കയ്ക്ക് രഹസ്യ സന്ദേശം അയക്കാൻ ഇറാൻ നീക്കം നടത്തിയതായി റിപ്പോർട്ട്. ഇറാന്റെ ആഭ്യന്തരമന്ത്രിയും പാകിസ്ഥാൻ സൈനിക മേധാവിയും തമ്മിൽ റാവൽപിണ്ടിയിൽ നടന്ന കൂടിക്കാഴ്ചയിലാണ് ചർച്ചകൾ നടന്നത്. നേരിട്ടുള്ള ആശയവിനിമയം പ്രയാസകരമായ സാഹചര്യത്തിൽ സമാധാന ചർച്ചകൾക്കായി പാകിസ്ഥാനെ ഒരു മധ്യസ്ഥനായി ഉപയോഗിക്കാനാണ് ഇറാൻ ലക്ഷ്യമിടുന്നത്. ഉന്നതതല ചർച്ചയ്ക്കിടെയാണ് ഇറാന്റെ പരമോന്നത നേതാവ് മുസ്തഫ ഖമേനിയിൽ നിന്നുമുള്ള ഒരു രഹസ്യ സന്ദേശം ഇറാൻ പാകിസ്ഥാന്റെ ഫീൽഡ് മാർഷൽ അസീം മുനീർ കൈമാറിയതായി പാക് സുരക്ഷാ വൃത്തങ്ങൾ വ്യക്തമാക്കിയത്. ഇറാനും അമേരിക്കയും തമ്മിലുള്ള രഹസ്യ നയതന്ത്രത്തിനുള്ള മധ്യസ്ഥനായി വീണ്ടും പാകിസ്ഥാന്റെ സൈനിക നേതൃത്വം മാറുന്നതായാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ഇതിന്റെ ഭാഗമായി പാകിസ്ഥാൻ സൈനിക മേധാവി ഉടൻ തന്നെ സൗദി അറേബ്യയും അമേരിക്കയും സന്ദർശിച്ച് ഇറാന്റെ നിലപാടുകൾ അറിയിക്കുമെന്നാണ് സൂചന. പാകിസ്ഥാൻ സുരക്ഷാ വൃത്തങ്ങൾ നൽകുന്ന വിവരമനുസരിച്ച് ഇറാനിയൻ ആഭ്യന്തരമന്ത്രി അലക്സാണ്ടർ മൊമേനി പാകിസ്ഥാന്റെ ജനറൽ ഹെഡ്ക്വാർട്ടേഴ്സിലും അസീം മുനീറുമായി 50 മിനിറ്റോളം നീണ്ട ചർച്ച നടത്തി. ഈ കൂടിക്കാഴ്ചയിൽ അദ്ദേഹം ഇറാന്റെ പരമോന്നത നേതാവായ മുസ്തഫ ഖമേനിയിൽ നിന്നുമുള്ള രഹസ്യ സന്ദേശം നേരിട്ട് കൈമാറുകയും പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങൾ കുറയ്ക്കുന്നതിന് ലക്ഷ്യമിട്ടുള്ള മധ്യസ്ഥതയ്ക്കായുള്ള പുതിയ ചട്ടക്കൂടിനെക്കുറിച്ച് ചർച്ച ചെയ്യുകയും ചെയ്തു. ഇറാൻ, ഇസ്രയേൽ, അമേരിക്ക എന്നിവർ ഉൾപ്പെട്ട മാസങ്ങൾ നീണ്ട ഏറ്റുമുട്ടലിനെ തുടർന്ന് മേഖലയിൽ വൻ അനിശ്ചിതത്വം നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഈ സുപ്രധാനമായ നീക്കമുണ്ടായത്. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നുപോകുന്ന പാകിസ്ഥാൻ രാജ്യത്തിന്റെ വിദേശ നാണ്യ ശേഖരത്തിന് കരുത്തേകുന്നതിനും സാമ്പത്തിക സ്ഥിരത കൈവരിക്കുന്നതിനുമായി അമേരിക്കയുടെ $1000 കോടി അടിയന്തര എക്സ്ചേഞ്ച് സ്റ്റെബിലൈസേഷൻ സഹായം ആവശ്യപ്പെട്ടു. ഇറാൻ യുദ്ധത്തിൽ മധ്യസ്ഥത വഹിച്ചതിലൂടെ അമേരിക്കയ്ക്കായുള്ള നയതന്ത്ര ബന്ധം ശക്തമാക്കിയ സാഹചര്യത്തിലാണ് പാകിസ്ഥാൻ ഈ നീക്കം നടത്തിയത്. US ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെൻസൺ അയച്ച അപേക്ഷയിൽ 5 വർഷത്തെ കാലാവധിയുള്ള ഉഭയകക്ഷി ധനസഹായ പദ്ധതിയാണ് ഇസ്ലാമാബാദ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ തുക ലഭിക്കുകയാണെങ്കിൽ പാകിസ്ഥാൻ രൂപയുടെ മൂല്യത്തകർച്ച തടയുവാനും വിദേശ നാണ്യ ശേഖരം ഉയർത്താനും അന്താരാഷ്ട്ര നാണയനിധിയിൽ നിന്നുമുള്ള വായ്പകൾ അമിതമായി ആശ്രയിക്കുന്നത് കുറയ്ക്കാനും കഴിയും. നിലവിൽ $700 കോടി IMF പദ്ധതിയുടെ ഭാഗമായി കടുത്ത നികുതി വർധനവും സാമ്പത്തിക നിയന്ത്രണങ്ങളും രാജ്യത്ത് നിലവിലുണ്ട്. നേരത്തെ ചൈന, സൗദി അറേബ്യ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുമുള്ള വായ്പകളെയും നിക്ഷേപങ്ങളെയുമാണ് വിദേശ നാണ്യ ശേഖരത്തിനായി പാകിസ്ഥാൻ പ്രധാനമായും ആശ്രയിച്ചിരിക്കുന്നത്. എന്നാൽ US-ഉമായി സാമ്പത്തിക ബന്ധം മെച്ചപ്പെടുത്തിക്കൊണ്ട് നിക്ഷേപങ്ങളും ധനസഹായവും ഉറപ്പിക്കാനാണ് പാകിസ്ഥാന്റെ തീരുമാനം. ഇതിന്റെ ഭാഗമായി ട്രംപ് കുടുംബത്തിന്റെ പ്രധാന ക്രിപ്റ്റോ ബിസിനസ്സായ വേൾഡ് ലിബർട്ടി ഫിനാൻഷ്യലുമായി സഹകരിച്ച് അതിർത്തി കടന്നുള്ള പണമിടപാടുകൾക്കായി കരാർ ഒപ്പിടുകയും ന്യൂയോർക്കിലെ PIAയുടെ ഉടമസ്ഥതയിലുള്ള റോസ്വെൽറ്റ് ഹോട്ടൽ പുനർവികസനത്തിന് അമേരിക്കയുമായി ചർച്ച നടത്തുകയും ചെയ്തു. ഇറാൻ യുദ്ധത്തിന്റെ പേരിൽ അമേരിക്കയ്ക്ക് ഇതുവരെ $37.5 ബില്യൺ ചെലവായതായി US പ്രതിരോധ സെക്രട്ടറി പീറ്റർ ഹെഗ്സത്ത്. മെയ് മാസത്തിന്റെ മധ്യത്തിൽ ഏകദേശം $29 ബില്യൺ ചെലവായി എന്നായിരുന്നു കണക്കുകൾ. ഇന്നത്തെ കണക്കനുസരിച്ച് ഏകദേശം $37.5 ബില്യൺ ആണ് ചെലവ്. പ്രതിരോധ വകുപ്പിന് $67 ബില്യൺ അധിക ധനസഹായം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള സെനറ്റ് അപ്രോപ്രിയേഷൻ കമ്മിറ്റി യോഗത്തിൽ ഹെഗ്സത്ത് വ്യക്തമാക്കി. സെപ്റ്റംബർ അവസാനം വരെയുള്ള ഇറാൻ യുദ്ധത്തിനുള്ള പ്രതിരോധ വകുപ്പിന്റെ ചെലവുകൾക്കായി ഈ ധനസഹായം അടിയന്തരവും അനിവാര്യവുമാണ് എന്നും ഹെഗ്സത്ത് കൂട്ടിച്ചേർത്തു. ഡെമോക്രാറ്റിക് സെനറ്റർ ജീൻ ഷഹീൻ ഇതിനെ എതിർത്തു. എന്നാൽ പെന്റഗണിന്റെ പക്കൽ നിന്നും $75 ബില്യൺ ചെലവഴിക്കാത്ത ഫണ്ടുണ്ടെന്നും അത് ഉപയോഗിക്കാതെ അമേരിക്കൻ ജനത പിന്തുണയ്ക്കാത്ത ഒരു യുദ്ധത്തിന് അവരുടെ മേൽ ചെലവ് എന്തിനടിച്ചേൽപ്പിക്കണമെന്നായിരുന്നു സെനറ്റർ ചോദിച്ചത്. എന്നാൽ ചെലവഴിക്കാത്ത പണം പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മറ്റ് മുൻഗണനകളായ ഗോൾഡൻ ഡോം ഫോർ അമേരിക്ക, ഹൈപ്പർസോണിക്സ്, മറ്റ് ആയുധങ്ങൾ എന്നിവയ്ക്കായി നീക്കിവച്ചിരിക്കുന്നുവെന്നും ഹെഗ്സത്ത് മറുപടി നൽകി. മധ്യേഷ്യയിലെ US സൈനിക താവളങ്ങൾ പുനർനിർമ്മിക്കുന്നതിനുള്ള ചിലവ് സംബന്ധിച്ചും ഹെഗ്സത്തിന്റെ ഭാഗത്തു നിന്നും പരാമർശമുണ്ടായിട്ടില്ല. മധ്യേഷ്യയിലെ യുദ്ധം ജയിക്കാൻ ട്രംപ് ഭരണകൂടത്തിന്റെ തന്ത്രങ്ങളെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ വ്യക്തമാക്കണമെന്നും സെനറ്റർമാർ ആവശ്യപ്പെട്ടുവെങ്കിലും കൃത്യമായ ഉത്തരം US പ്രതിരോധ സെക്രട്ടറി നൽകിയില്ല. ഇനി പൗണ്ട്, യൂറോ, ഡോളർ, രൂപ ഇന്നത്തെ വിനിമയ നിരക്ക്. ഒരു പൗണ്ട് 128.97 ഇന്ത്യൻ രൂപ, ഒരു പൗണ്ട് 1.17 യൂറോ, ഒരു US ഡോളർ 96.46 ഇന്ത്യൻ രൂപ, ഒരു യൂറോ 110.06 ഇന്ത്യൻ രൂപ, ഒരു പൗണ്ട് 1.34 US ഡോളർ, ഒരു കനേഡിയൻ ഡോളർ 68.42 ഇന്ത്യൻ രൂപ. ഇനിയൊരു ഇടവേള. വീണ്ടും വാർത്തകളിലേക്ക്. നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് നേതാക്കൾക്കും പ്രവർത്തകർക്കുമെതിരെ ഗുരുതര വകുപ്പുകൾ ചുമത്തുന്നതിൽ ദില്ലി പോലീസ് നിയമോപദേശം തേടും. രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, മല്ലികാർജ്ജുൻ ഖാർഗെ, KC വേണുഗോപാൽ തുടങ്ങിയ നേതാക്കളുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം.
നിലവിലെ അനധികൃതമായി സംഘം ചേർന്നതിനും ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുന്നതിനുമടക്കം വിവിധ വകുപ്പുകളിലാണ് കേസെടുത്തിരിക്കുന്നത്. കൊണാട്ട് പ്ലേസിൽ വെച്ച് ദ്രുതകർമ്മസേനയെ ആക്രമിച്ചു എന്ന് ആരോപിച്ച് കോക്രോച്ച് ജനതാ പാർട്ടി പ്രവർത്തകർക്കെതിരെയും പോലീസ് കേസെടുത്തു. പ്രതിഷേധങ്ങളുമായി ബന്ധപ്പെട്ട് ഇതുവരെ ആകെ 10 കേസുകളാണ് ദില്ലി പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അതേസമയം ജന്തർ മന്ദറിൽ കഴിഞ്ഞ ദിവസം പ്രതിഷേധക്കാർക്ക് നേരെ പെല്ലറ്റ് ഗൺ പ്രയോഗിച്ചിട്ടില്ല എന്ന ദില്ലി പോലീസിന്റെ വാദം തള്ളി ആശുപത്രി മെഡിക്കൽ റിപ്പോർട്ട് പുറത്തുവന്നു. CJP നടത്തുന്ന പ്രതിഷേധത്തിനിടെ ദ്രുതകർമ്മസേന പെല്ലറ്റ് ഗൺ പ്രയോഗിച്ചുവെന്ന വാദം ശരിവെക്കുന്നതാണ് ഡൽഹി ലേഡി ഗാർഡിംഗ് ആശുപത്രിയിലെ മെഡിക്കൽ റിപ്പോർട്ട്. പെല്ലറ്റ് ഗൺ പ്രയോഗത്തിൽ ഗുരുതരമായി പരിക്കേറ്റ സമരക്കാരന് ലേഡി ഹാർഡിംഗ് ആശുപത്രിയിൽ വെച്ച് അടിയന്തര ശസ്ത്രക്രിയ നടത്തി. ഇയാളുടെ കണ്ണിൽ തറച്ച പെല്ലറ്റ് നീക്കം ചെയ്തിട്ടുണ്ട് എന്നും ഇയാളുടെ നെഞ്ചിലും കഴുത്തിലും കൂടുതൽ പെല്ലറ്റുകൾ തറച്ചിട്ടുണ്ട്. ഇവ നീക്കം ചെയ്യുന്നതിനായി വരും മണിക്കൂറുകളിൽ കൂടുതൽ ശസ്ത്രക്രിയകൾ നടത്തും. ഇത് ആദ്യമായാണ് രാജ്യതലസ്ഥാനത്ത് സമരക്കാർക്ക് നേരെ പെല്ലറ്റ് ഗൺ പ്രയോഗിച്ചത്. പെല്ലറ്റ് ഗൺ പ്രയോഗത്തിൽ പരിക്കേറ്റയാളുടെ കാഴ്ചയ്ക്ക് തകരാർ സംഭവിച്ചിട്ടുണ്ടോ എന്നതിൽ കൂടുതൽ വ്യക്തത വന്നിട്ടില്ല. നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് പ്രതിഷേധം ശക്തമാക്കുന്നതിനിടെ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കും കോൺഗ്രസിനുമെതിരെ രൂക്ഷ വിമർശനവുമായി ധർമ്മേന്ദ്ര പ്രധാൻ രംഗത്ത്. രാഹുൽ ഗാന്ധിയും കോൺഗ്രസും വിദ്യാർത്ഥികളെ രാഷ്ട്രീയ ആയുധങ്ങളായി ലജ്ജയില്ലാതെ ചൂഷണം ചെയ്യുകയാണെന്ന് പാർലമെന്റ് സമ്മേളനത്തിൽ തടസ്സങ്ങൾ സൃഷ്ടിക്കാനാണ് ശ്രമമെന്നും ധർമ്മേന്ദ്ര പ്രധാൻ വിമർശനമുന്നയിച്ചു. സമഗ്രമായ ചർച്ചയ്ക്ക് സർക്കാർ തയ്യാറാണെന്ന് അറിയിച്ചിട്ടും ജനാധിപത്യപരമായ സംവാദത്തിന് പകരം രാഷ്ട്രീയ നാടകത്തിനാണ് കോൺഗ്രസ് മുൻഗണന നൽകുന്നതെന്നും ധർമ്മേന്ദ്ര പ്രധാൻ കുറ്റപ്പെടുത്തി. രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ പ്രധാനമന്ത്രിയുടെ വസതിക്ക് പുറത്ത് നടത്തിയ ധർണ പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുകയും സുരക്ഷാ മാനദണ്ഡങ്ങളെ അവഗണിക്കുകയും ചെയ്തു എന്ന് ധർമ്മേന്ദ്ര പ്രധാൻ കുറ്റപ്പെടുത്തി. വിദ്യാർത്ഥികളുടെ പ്രശ്നം പരിഹരിക്കുന്നതിന് പകരം രാഷ്ട്രീയ വാർത്തകൾ ഇടം നേടുക എന്നതായിരുന്നു കോൺഗ്രസിന്റെ ലക്ഷ്യം. ചർച്ചയ്ക്കുള്ള എല്ലാ വഴികളും തുറന്ന ശേഷവും ബോധപൂർവം ഏറ്റുമുട്ടലുകൾ ഉണ്ടാക്കിയെന്നും അദ്ദേഹം ആരോപണമുന്നയിച്ചു. വിദ്യാർത്ഥികളെ രാഷ്ട്രീയ പ്രചരണത്തിനുള്ള ഉപകരണങ്ങളാക്കി മാറ്റരുതെന്നും വിദ്യാഭ്യാസ മന്ത്രി ആവശ്യപ്പെട്ടു. നീറ്റ് പരീക്ഷയെക്കുറിച്ച് ചർച്ച ചെയ്യുവാനും സഭയിൽ നമ്മുടെ യുവാക്കളുടെ എല്ലാ യഥാർത്ഥ ആശങ്കകൾ പരിഹരിക്കുവാനും സർക്കാർ 100% പ്രതിജ്ഞാബദ്ധമാണ്. അരാജകത്വത്തിന് പകരം നിശ്ചയദാർഢ്യവും മുദ്രാവാക്യങ്ങൾക്ക് പകരം പരിഹാരങ്ങളും തടസ്സപ്പെടുത്തലുകൾക്ക് പകരം ഉത്തരവാദിത്വവുമാണ് വിദ്യാർത്ഥികൾ അർഹിക്കുന്നത്. വിദ്യാർത്ഥികളോട് വലിയ കടപ്പാടുണ്ട് എന്നും ധർമ്മേന്ദ്ര പ്രധാൻ കൂട്ടിച്ചേർത്തു. നീറ്റ് പരീക്ഷയിലെ ക്രമക്കേടുകളെ മാത്രമല്ല എതിർക്കുന്നതെന്നും ആ പരീക്ഷ പൂർണ്ണമായും റദ്ദാക്കണമെന്നും തമിഴ്നാട്ടിൽ ഭരണത്തിലുള്ള തമിഴ് വെട്രി കഴകം. മെഡിക്കൽ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളിലും സംസ്ഥാനങ്ങൾക്ക് പൂർണ്ണ അധികാരം നൽകണമെന്നും TVKയുടെ ആവശ്യം. ദില്ലിയിൽ നീറ്റ് പരീക്ഷാ ക്രമക്കേടിനെതിരെ പ്രതിഷേധം കൊടുമ്പിരികൊള്ളുന്ന സാഹചര്യത്തിൽ ഈ വിഷയത്തിൽ ഉറച്ച നിലപാടും പാർട്ടിക്കുള്ളത് എന്ന് TVK നേതാക്കൾ പറഞ്ഞു. ദേശീയ തലത്തിലുള്ള ഈ പ്രവേശന പരീക്ഷ പൂർണ്ണമായും നിർത്തലാക്കണമെന്ന് അഭിപ്രായപ്പെട്ട പാർട്ടി പ്രശ്നപരിഹാരത്തിന്റെ ഭാഗമായി വിദ്യാഭ്യാസത്തെ ഭരണഘടനയുടെ കൺകറന്റ് ലിസ്റ്റിൽ നിന്നും സംസ്ഥാന പട്ടികയിലേക്ക് മാറ്റണമെന്ന് ആവശ്യമുന്നയിച്ചു. വിദ്യാഭ്യാസത്തെ സംസ്ഥാന പട്ടികയിലേക്ക് മാറ്റുന്നതിൽ നിയമപരമോ ഭരണപരമോ ആയ തടസ്സങ്ങളുണ്ടെങ്കിൽ ആ വിഷയം പരിഹരിക്കണം. സംസ്ഥാന സർക്കാരുകൾക്ക് പൂർണ്ണ അധികാരം നൽകുന്നതുവരെ താൽക്കാലിക നടപടിയുമായി സ്പെഷ്യൽ കൺകറന്റ് ലിസ്റ്റ് രൂപീകരിക്കണമെന്ന നിർദ്ദേശം TVK മുന്നോട്ട് വയ്ക്കുന്നു. മുഖ്യമന്ത്രി C. ജോസഫ് വിജയ് ഇതേക്കുറിച്ച് മുൻപ് തന്നെ നിലപാട് വ്യക്തമാക്കിയിട്ടുള്ളതാണെന്നും TVK നേതൃത്വം ചൂണ്ടിക്കാട്ടി. നീറ്റ് റദ്ദാക്കുമെന്ന് DMK ജനങ്ങൾക്ക് വ്യാജ വാഗ്ദാനം നൽകിയെന്നും TVK വിമർശിച്ചു. അധികാരത്തിൽ വന്നാൽ നീറ്റ് റദ്ദാക്കുമെന്ന് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് DMK വാഗ്ദാനം ചെയ്തിരുന്നു. നീറ്റ് ഞങ്ങൾ തന്നെ റദ്ദാക്കും എന്ന് വ്യാജ വാഗ്ദാനം നൽകി വോട്ടു നേടുന്ന വഞ്ചനാപരമായ രാഷ്ട്രീയത്തിൽ തങ്ങൾ ഒരിക്കലും ഏർപ്പെടില്ല എന്നും TVK നേതാക്കൾ കൂട്ടിച്ചേർത്തു. റാഗിംഗ് തടയാൻ നിയമം കൊണ്ടുവരുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. റാഗിംഗ് ഇരയായി മരിച്ച സിദ്ധാർത്ഥിന്റെ പേരിൽ ആപ്പ് പുറത്തിറക്കുമെന്നും മുഖ്യമന്ത്രി. മന്ത്രിസഭാ യോഗ തീരുമാനങ്ങൾ അറിയിക്കുകയായിരുന്നു അദ്ദേഹം. വിദ്യാർത്ഥികൾക്ക് ആപ്പ് വഴി പരാതി നൽകാമെന്നും റാഗിങ്ങിനെതിരെ കർശന നടപടി ഉണ്ടാകുമെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. PM ശ്രീയിൽ ഉപസമിതി റിപ്പോർട്ട് വന്നിട്ടില്ല. പ്ലീഡർ നിയമന പരാതിയിൽ KSU പ്രസിഡന്റിന്റെ പരാതികൾ കേട്ടെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. ആർക്കും വന്ന് തന്നെ കാണാം. കൂടിക്കാഴ്ചയ്ക്ക് അവസരങ്ങൾ നിഷേധിക്കാറില്ല. SH കോളേജിൽ വെച്ച് അലോഷ്യസ് സേവ്യറിനെ കണ്ടിരുന്നില്ല. തിരക്കിനിടയ്ക്ക് പോയപ്പോൾ കണ്ടതാണ്. ഉച്ചവരെ കൊച്ചിയിൽ ഉണ്ടാകുമെന്നും അലോഷ്യസിനെ അറിയിച്ചിരുന്നു. ദില്ലി സംഘർഷത്തിൽ പോലീസ് നടപടി വളരെ മോശമായ രീതിയിലായിരുന്നു എന്നും മുഖ്യമന്ത്രി പ്രതികരിച്ചു. ദില്ലിയിൽ നടന്നത് നരനായാട്ടാണെന്നും ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുമെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. റാമിന്റെ അറസ്റ്റിൽ വീഴ്ച സംഭവിച്ചു എന്നും ആഭ്യന്തരമന്ത്രി തുടർ നടപടി സ്വീകരിച്ചിട്ടുണ്ട് എന്നും മുഖ്യമന്ത്രി വിശദീകരിച്ചു. ടാറ്റയുടെ പ്രതിനിധി തന്നെ വന്ന് കണ്ട് സംസാരിച്ചു എന്നും ടാറ്റ കൂടുതൽ നിക്ഷേപം നടത്തുമെന്നാണ് അറിയിച്ചതെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. വഖഫ് വിവാദത്തിൽ അമുസ്ലിം അംഗങ്ങളെ നിയമിക്കാമെന്ന് ഇടതു സർക്കാർ സമ്മതിച്ചുവെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. പിന്നീട് വെക്കാമെന്നും ഇടതു സർക്കാർ വ്യക്തമാക്കി. വഖഫ് വിഷയത്തിൽ പ്രതിപക്ഷ നേതാവ് വർഗീയത പരത്തുന്നുവെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട കേസിൽ പ്രതി ഡോക്ടർ MK റാമിനെ അറസ്റ്റ് ചെയ്ത നടപടിയിലെ നിയമപരമായ വീഴ്ചകൾ പോലീസിനെയും സർക്കാരിനെയും വിമർശിച്ച് ഹൈക്കോടതി. നിയമപരമായ വീഴ്ചകൾ മൂലം പ്രതിയെ കോടതി വിട്ടയച്ച സംഭവം വലിയ വിവാദങ്ങൾക്കാണ് വഴിവെച്ചിരിക്കുന്നത്.
പ്രതിയെ അറസ്റ്റ് ചെയ്യുമ്പോൾ പാലിക്കേണ്ട അടിസ്ഥാന മാനദണ്ഡങ്ങൾ ലംഘിച്ച പോലീസിന്റെ നിലപാടുകൾക്കെതിരെ ഇപ്പോൾ ഹൈക്കോടതി രൂക്ഷമായ ഭാഷയിലാണ് പ്രതികരിച്ചത്. കേസ് ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള സ്പെഷ്യൽ ജഡ്ജ് അന്വേഷണ ഉദ്യോഗസ്ഥന്റെ ഭാഗത്തു നിന്നുള്ള നടപടികൾ പാലിക്കപ്പെട്ടിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട് എന്നും ഇത്തരം ഔപചാരികതകൾ പാലിച്ചിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രം റിമാൻഡ് പരിഗണിക്കാൻ പാടുള്ളൂ എന്നും വ്യക്തമാക്കിക്കൊണ്ടാണ് തലശ്ശേരി പ്രിൻസിപ്പൽ സെഷൻസ് കോടതി നേരത്തെ റാമിനെ വിട്ടയച്ചത്. ഏറെ ചർച്ചയായ കേസിൽ പോലീസ് അതീവ അശ്രദ്ധമായി പെരുമാറിയെന്നും പ്രതിക്ക് എളുപ്പത്തിൽ പുറത്തിറങ്ങാനും ജാമ്യം ലഭിക്കാനുമുള്ള സാഹചര്യം ഒരുക്കുകയായിരുന്നു എന്നും ഹൈക്കോടതി സംശയം പ്രകടിപ്പിച്ചു. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും റാമും തമ്മിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നുവെന്നും കോടതി നിരീക്ഷിച്ചു. ഡോക്ടർ MK റാം കീഴടങ്ങാൻ പോലീസ് കാത്തിരിക്കുകയായിരുന്നു എന്ന വിമർശനവും ഉയർന്നു വന്നു. പണത്തിനു മീതെ പരുന്തും പറക്കില്ലേ എന്നും പണമുള്ളവർക്ക് എന്തും ചെയ്യാമെന്ന അവസ്ഥയാണോ നിലനിൽക്കുന്നതെന്നും കോടതി ചോദിച്ചു. സുപ്രീം കോടതിയുടെ ഗൈഡ് ലൈൻസ് അറിയാത്ത വിധമാണ് ഉദ്യോഗസ്ഥർ പ്രവർത്തിക്കുന്നതെന്നും ആവർത്തിച്ചു. ഒരു DYSP നേതൃത്വം കൊടുത്ത അന്വേഷണത്തിൽ ഇത്തരം വീഴ്ചകൾ സംഭവിച്ചത് അംഗീകരിക്കാനാകില്ല എന്നും ഈ ജോലി ചെയ്യാൻ അദ്ദേഹത്തിന് അർഹതയില്ല എന്നും കോടതി വ്യക്തമാക്കി. അധ്യാപകർക്കുള്ള ജില്ലാതല പരിശീലന കേന്ദ്രങ്ങളായ ഡയറ്റിലേക്കുള്ള ലെക്ചറർ പോസ്റ്റ് നിയമനങ്ങളിലും ക്രമക്കേട് നടന്നു എന്ന് ആരോപണം. മുൻ സർക്കാരിന്റെ കാലത്ത് നടന്ന നിയമന നടപടികൾ ഇടത് അനുകൂല സംഘടനയിലെ അധ്യാപകർക്ക് വേണ്ടി ഇടപെടലുകൾ നടന്നുവെന്നും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കേന്ദ്രീകരിച്ച് ഒരു സംഘം പ്രവർത്തിച്ചുവെന്നുമാണ് പരാതി. PSC ക്രമക്കേടുകളെക്കുറിച്ച് അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘം പരാതിക്കാരന്റെ മൊഴി രേഖപ്പെടുത്തി. സർക്കാർ സർവീസിലുള്ള യോഗ്യരായ അധ്യാപകരുടെ പ്രൊമോഷൻ പോസ്റ്ററുകളിലായിരുന്നു ഡയറക്ട് ലെക്ചർ തസ്തികയിൽ നിയമനങ്ങൾ 50% PSCക്ക് വിടണമെന്ന സ്പെഷ്യൽ റൂൾ 2021 കൊണ്ടുവന്നത്. ഇതിന് പിന്നാലെ അപേക്ഷകൾ പെട്ടെന്ന് വിളിക്കണം എന്നാവശ്യപ്പെട്ട് അന്നത്തെ ഭരണ അനുകൂല അധ്യാപകർ നേതൃത്വം നൽകുന്ന സമരസമിതിയും നിലവിൽ വന്നിരുന്നു. 2022 44 ഗസറ്റഡ് തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചുകൊണ്ടുള്ള വിജ്ഞാപനം എത്തിയത്. ഓരോ തസ്തികകളിലേക്കും അപേക്ഷിക്കുന്നവർക്ക് അതത് വിഷയങ്ങളിൽ സ്പെഷ്യലൈസേഷൻ എന്നതായിരുന്നു PSC നിബന്ധന. ഈ വ്യവസ്ഥ മറികടക്കാൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി നേരത്തെ പഠിപ്പിച്ച ഒരു വിഭാഗം ആളുകൾക്ക് എല്ലാ വിഷയത്തിലും സ്പെഷ്യലൈസേഷൻ ഉണ്ട് എന്ന തുല്യതാ സർട്ടിഫിക്കറ്റ് നൽകി എന്നതാണ് ഒരു ആക്ഷേപം. യൂണിവേഴ്സിറ്റി കേന്ദ്രീകരിച്ച് ഒരു സംഘം ഇതിനായി പ്രവർത്തിച്ചു എന്നാണ് ആരോപണം. ഡയറ്റ് പരീക്ഷയ്ക്ക് പരിശീലനം നൽകാനായി 1 മാസ കാലയളവുള്ള കോച്ചിംഗ് ക്ലാസും 2023 ജൂലൈ മാസത്തിൽ യൂണിവേഴ്സിറ്റിയിൽ നടന്നിരുന്നു. കോഴ്സ് ഓൺ ഫൗണ്ടേഷൻ ഓഫ് എഡ്യൂക്കേഷൻ എന്നായിരുന്നു ഈ പരിശീലനത്തിന്റെ പേര്. ഈ ക്ലാസുമായി ബന്ധപ്പെട്ടവർ PSC പരീക്ഷാ ചോദ്യപേപ്പർ തയ്യാറാക്കുന്നതിലും മൂല്യനിർണ്ണയത്തിലും ഇടപെട്ടെന്നുമാണ് ആരോപണം. പല തസ്തികകളിലും റാങ്ക് പട്ടികയിൽ മുൻനിരയിൽ ഒരേ ആളുകൾ പ്രവർത്തിച്ചു വന്നതിലെ അസ്വാഭാവികതയും പരാതിക്കാർ ചൂണ്ടിക്കാട്ടുന്നു. 9 ലിസ്റ്റുകളിൽ വരെ മുൻപന്തിയിൽ വന്നവരുമുണ്ട്. ഇടത് അധ്യാപക സംഘടനയിലെ ചിലർക്ക് വേണ്ടി പരീക്ഷ അട്ടിമറിക്കപ്പെട്ടു എന്നും അന്വേഷണം വേണമെന്നും KPSDA കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് അരവിന്ദ് പ്രതികരിച്ചു. ഇനി സ്പോർട്സ്. സിംബാബ്വെക്കെതിരായ 3 മത്സരങ്ങളുടെ T20 പരമ്പരയ്ക്ക് ഇന്ത്യ ഒരുങ്ങുമ്പോൾ യുവതാരങ്ങളായ വൈഭവ് സൂര്യവംശിയും റിങ്കു സിംഗ് എന്നിവരുടെ പ്രകടനം BCCI ഏറെ ശ്രദ്ധിക്കുന്നു. കൂടാതെ ടീമിന്റെ പേസ് ബോളർമാരുടെ പ്രകടനത്തിലേക്കും ശ്രദ്ധ പതിയും. ഹാരയിൽ ജൂലൈ 23 പരമ്പര ആരംഭിക്കുന്നത്. ശ്രേയസ് അയ്യർ നയിക്കുന്ന 15-അംഗ ഇന്ത്യൻ ടീമിൽ നിരവധി യുവതാരങ്ങൾക്ക് അവസരം നൽകിയിട്ടുണ്ട്. അയർലൻഡ്, ഇംഗ്ലണ്ട് പര്യടനങ്ങളിലെ മോശം പ്രകടനത്തിന് ശേഷം ഒരു തിരിച്ചുവരവാണ് ഇന്ത്യൻ ടീം ലക്ഷ്യമിടുന്നത്. ഇംഗ്ലണ്ടിനെതിരായ T20 മത്സരത്തിൽ അരങ്ങേറ്റം കുറിച്ച് ഇന്ത്യയ്ക്കായി അന്താരാഷ്ട്ര ക്രിക്കറ്റ് കളിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമെന്ന റെക്കോർഡ് സ്വന്തമാക്കിയ വൈഭവ് സൂര്യവംശിയിൽ വലിയ പ്രതീക്ഷകളാണുള്ളത്. അഗ്രസീവ് ബാറ്റിംഗ് ശൈലി കൊണ്ട് ശ്രദ്ധേയനായ സൂര്യവംശിക്ക് സിംബാബ്വെ പര്യടനത്തിൽ കൂടുതൽ അവസരങ്ങൾ ലഭിക്കുമെന്നാണ് കരുതുന്നത്. ഫിനിഷർ റോളിൽ ടീമിലെ നിർണായക സാന്നിധ്യമാവുക റിങ്കു സിംഗിന്റെ പ്രകടനവും ഉറ്റുനോക്കപ്പെടുന്നുണ്ട്. മധ്യനിരയിലും അവസാന ഓവറുകളിലും വേഗത്തിൽ റൺസ് ഉയർത്താനുള്ള റിങ്കുവിന്റെ മികവ് ടീമിന് ഏറെ അത്യാവശ്യമാണ്. ഹരാരയിലെ പിച്ച് വേഗതയെയും ബൗൺസിലെ പിന്തുണയ്ക്കുന്നതിനായി ഇന്ത്യയുടെ പുതുമുഖ പേസർമാരുടെ പ്രകടനം നിർണായകമാകും. അരങ്ങേറ്റക്കാരായ യഷ് ഠാക്കൂർ, അശോക് ശർമ്മ എന്നിവർക്കൊപ്പം കരുത്തും വേഗതയുമുള്ള മയങ്ക് യാദവിന്റെ തിരിച്ചുവരവും ഇന്ത്യയുടെ പേസ് ശക്തി വർദ്ധിപ്പിക്കുന്നു. സീനിയർ താരങ്ങൾക്ക് വിശ്രമം അനുവദിച്ചുകൊണ്ട് യുവതാരങ്ങൾക്ക് അന്താരാഷ്ട്ര തലത്തിൽ പരിചയസമ്പത്ത് ഉറപ്പാക്കുവാനും ഭാവി ടീമിനെ കെട്ടിപ്പടുക്കുവാനും BCCIക്ക് ലഭിക്കുന്ന മികച്ച അവസരമായിരിക്കും സിംബാബ്വെ പരമ്പര എന്നാണ് വിലയിരുത്തൽ. ശ്രേയസ് അയ്യർ നയിക്കുന്ന ടീമിൽ വൈഭവ് സൂര്യവംശി, അഭിഷേക് ശർമ്മ, തിലക് വർമ്മ, ഇഷാൻ കിഷൻ, ശിവം ദുബെ, സുയാഷൻ തുടങ്ങിയ പ്രമുഖരാണ് കോർട്ടിലുള്ളത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ബ്രിട്ടന്റെ പുതിയ പ്രധാനമന്ത്രിയായി ചുമതലയേറ്റ ആന്റി ബെണം തന്റെ പുതിയ മന്ത്രിസഭ പ്രഖ്യാപിച്ചു. സർക്കാർ സ്റ്റാമറുടെ മന്ത്രിസഭയിലെ പ്രമുഖരിൽ നിന്നും മാറി സ്വന്തം കാഴ്ചപ്പാടുകൾക്കും പുതിയ നയരൂപീകരണത്തിന് മുൻഗണന നൽകുന്ന നേതാക്കളെയാണ് ബെണം സുപ്രധാന വകുപ്പുകളിലേക്ക് തിരഞ്ഞെടുത്തത്. മുൻ പ്രതിരോധ സെക്രട്ടറിയായിരുന്ന ജോൺ ഹീലി ധനകാര്യ വകുപ്പ് ഏൽപ്പിച്ചു. എഡ് മിലിബാൻഡാണ് അന്താരാഷ്ട്ര കാര്യങ്ങളുടെയും വിദേശ നയങ്ങളുടെയും ചുമതല.
യുകെയിൽ സർക്കാരിന്റെ മുൻഗണനകൾ പുനഃക്രമീകരിക്കുന്നതിന്റെ ഭാഗമായി മുൻ പ്രധാനമന്ത്രി കെ സ്റ്റാമർ മുന്നോട്ട് വെച്ച ദേശീയ ഡിജിറ്റൽ തിരിച്ചറിയൽ കാർഡ് പദ്ധതി ആന്റി ബേണം റദ്ദാക്കാൻ തീരുമാനിച്ചു. പദ്ധതിക്കായി മാറ്റിവെച്ചിരുന്ന പണവും ഉദ്യോഗസ്ഥരുടെ സമയവും ജീവിത ചെലവും കുറയ്ക്കാനുള്ള നടപടികളുമായി വിനിയോഗിക്കണമെന്ന് ബേണം 2029 നടപ്പാക്കാനിരുന്ന ബ്രിഡ് കാർഡ് പദ്ധതിയിലൂടെ നിയമവിരുദ്ധമായി ജോലി ചെയ്യുന്നത് തടയും. പദ്ധതിക്ക് ഏകദേശം 1.8 ബില്യൺ പൗണ്ടിന്റെ ചെലവ് വരുമെന്ന് കണക്ക്. വ്യവസായി ക്രിസ്റ്റഫർ ഹാർബോണിൽ നിന്നും ലഭിച്ച 5 മില്യൺ പൗണ്ടിന്റെ വ്യക്തിഗത സമ്മാനം പാർലമെന്റിൽ പ്രഖ്യാപിക്കാതിരുന്നതിലൂടെ നിയമലംഘനം നടത്തിയിട്ടില്ല എന്ന് റിഫോം യുകെ നേതാവ് നൈജൽ ഫരാജ്. 2024 പൊതു തിരഞ്ഞെടുപ്പിന് മുമ്പ് ലഭിച്ച തുക യാതൊരു നിബന്ധനകളുമില്ലാത്ത വ്യക്തിഗത സമ്മാനമായിരുന്നുവെന്നും രാഷ്ട്രീയ പ്രചരണവുമായി ബന്ധമില്ല എന്ന ഫരാജിന്റെ വാദം. പാർലമെന്റിലേക്ക് മത്സരിക്കുമെന്ന് പ്രഖ്യാപിക്കുന്നതിന് മുമ്പാണ് ഇവ ലഭിച്ചതെന്നും അതിനാൽ പ്രഖ്യാപിക്കേണ്ട ബാധ്യതയില്ല എന്നും നൈജൽ ഫരാജ്. പശ്ചിമേഷ്യയിൽ സംഘർഷം ശക്തമാകുന്ന പശ്ചാത്തലത്തിൽ പാകിസ്ഥാൻ വഴി അമേരിക്കയ്ക്ക് രഹസ്യ സന്ദേശം അയക്കാൻ ഇറാൻ നീക്കം നടത്തി. ഇറാന്റെ പരമോന്നത നേതാവ് മുസ്തഫ ഖമേനിയിൽ നിന്നുമുള്ള ഒരു രഹസ്യ സന്ദേശം ഇറാൻ പാകിസ്ഥാന്റെ ഫീൽഡ് മാർഷൽ അസീം മുനീറിന് കൈമാറിയതായി പാക് സുരക്ഷാ വൃത്തങ്ങൾ. ഇറാനും അമേരിക്കയും തമ്മിലുള്ള രഹസ്യ നയതന്ത്രത്തിനുള്ള മധ്യസ്ഥനായി വീണ്ടും പാകിസ്ഥാന്റെ സൈനിക നേതൃത്വം മാറുന്നതായി റിപ്പോർട്ടുകൾ. ഇറാൻ യുദ്ധത്തിന്റെ പേരിൽ അമേരിക്കയ്ക്ക് ഇതുവരെ $37.5 ബില്യൺ ചെലവായതായി US പ്രതിരോധ സെക്രട്ടറി പീറ്റർ ഹെഗ്സെത്ത്. മെയ് മാസത്തിന്റെ മധ്യത്തിൽ ചിലവായത് ഏകദേശം $29 ബില്യൺ. പ്രതിരോധ വകുപ്പിന് $67 ബില്യൺ അധിക ധനസഹായം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള സെനറ്റ് അപ്രോപ്രിയേഷൻസ് കമ്മിറ്റി യോഗത്തിൽ നിലപാടറിയിച്ച ഹെഗ്സെത്ത്. നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ പ്രതിഷേധിച്ച കോൺഗ്രസ് നേതാക്കൾക്കും പ്രവർത്തകർക്കുമെതിരെ ഗുരുതര വകുപ്പുകൾ ചുമത്തിയ ദില്ലി പോലീസ് നിയമോപദേശം തേടി. രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, മല്ലികാർജ്ജുൻ ഖാർഗെ, KC വേണുഗോപാൽ തുടങ്ങിയ നേതാക്കളുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് പ്രതിഷേധം ശക്തമാകുന്നതിനിടെ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കും കോൺഗ്രസിനുമെതിരെ രൂക്ഷ വിമർശനവുമായി ധർമ്മേന്ദ്ര പ്രധാൻ. കേരളത്തിൽ റാഗിംഗ് തടയാൻ നിയമം കൊണ്ടുവരാൻ മുഖ്യമന്ത്രി VD സതീശൻ. റാഗിങ്ങിന് ഇരയായി മരിച്ച സിദ്ധാർത്ഥിന്റെ പേരിൽ ആപ്പ് പുറത്തിറക്കുമെന്നും മുഖ്യമന്ത്രി. വിദ്യാർത്ഥികൾക്ക് ആപ്പ് വഴി പരാതി നൽകാമെന്നും റാഗിങ്ങിനെതിരെ കർശന നടപടി ഉണ്ടാകുമെന്നും മുഖ്യമന്ത്രി. പ്ലീഡർ നിയമന പരാതിയിൽ KCU പ്രസിഡന്റ് പരാതികൾ കേട്ടെന്നും ആർക്കും തന്നെ വന്ന് കാണാമെന്നും കൂടിക്കാഴ്ചയ്ക്ക് ആർക്കും അവസരങ്ങൾ നിഷേധിക്കാറില്ല എന്നും മുഖ്യമന്ത്രി VD സതീശൻ. അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട കേസിൽ പ്രതി ഡോക്ടർ MK റാമിനെ അറസ്റ്റ് ചെയ്ത സംഭവത്തിൽ നിയമപരമായ വീഴ്ചകൾ പോലീസിനെയും സർക്കാരിനെയും വിമർശിച്ച് ഹൈക്കോടതി. നിയമപരമായ വീഴ്ചകൾ മൂലം പ്രതിയെ കോടതി വിട്ടയച്ച സംഭവം വലിയ വിവാദങ്ങൾക്കാണ് വഴിവെച്ചിരിക്കുന്നത്. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും റാമും തമ്മിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു എന്നും കോടതി. ഈ ബുള്ളറ്റിൻ ഇവിടെ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.